വാശിയേറിയ തെരഞ്ഞെടുപ്പ് പോരാട്ടങ്ങൾ നടക്കുമ്പോഴും തങ്ങളുടെ രാഷ്ട്രീയ ഭാവി എന്ത് എന്നതിനെക്കുറിച്ചുള്ള ആശങ്കയിലാണ് സ്ഥാനാർത്ഥികളിൽ പലരും. ആ ശങ്ക തീർക്കാൻ കൊടിയുടെ വ്യത്യാസമില്ലാതെ സ്ഥാനാർത്ഥികളും അവരുടെ ബന്ധുക്കളും വേണ്ടപ്പെട്ടവരുമൊക്കെ എത്തുന്ന പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ആലത്തൂർ. പാടൂർ ഉൾപ്പെടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജ്യോത്സ്യർ ജോലി ചെയ്ത് ജീവിക്കുന്ന പ്രദേശം എന്നതുകൂടി ആലത്തൂരിന്റെ പ്രത്യേകതയാണ്. വടക്കഞ്ചേരി മുതൽ ആലത്തൂർ വരെ യാത്ര ചെയ്യുമ്പോൾ 1 കിലോമീറ്റർ ദൂരത്തിനുള്ളിൽ കുറഞ്ഞത് 2 ജ്യോത്സ്യന്മാരുടെയെങ്കിലും ബോർഡുകൾ കാണാൻ സാധിക്കും. ഇത്രയധികം ജ്യോത്സ്യന്മാരോ എന്ന ആകാംക്ഷയിൽ കാര്യം തിരക്കി ഇറങ്ങിയപ്പോഴാണ് കാണാനായത് 100-ലധികം ബോർഡ് വെച്ചതും അല്ലാത്തതുമായ ജ്യോത്സ്യന്മാരെയാണ്. അവരിൽ ചില പ്രധാനികളോട് സംസാരിച്ചപ്പോഴാണ് ഇലക്ഷൻ കാലം ജ്യോത്സ്യന്മാർക്ക് ആലത്തൂരിൽ വലിയ ഡിമാൻഡുള്ള കാലമാണെന്ന് അറിയുന്നത്. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഈ പഞ്ചായത്ത് ഇലക്ഷൻ മുതൽ തുടങ്ങി ഇപ്പോൾ എത്തി നിൽക്കുന്ന പാർലമെൻറ്റ് ഇലക്ഷൻ വരെയുള്ളതായിരിക്കുന്ന സർവ്വകാര്യങ്ങൾക്കും അന്വേഷകരായിട്ട് ഒരു പരിധിവരെ ജ്യോതിഷികളെ സമീപിക്കുന്ന ഒരു 90% രാഷ്ട്രീയ പ്രവർത്തകരുണ്ടെന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായവും അനുഭവവുമായിട്ട് ഞാൻ പറയേണ്ടത്. കൊടിയുടെ നിറവ്യത്യാസമില്ലാതെ സ്ഥാനാർത്ഥികളും സ്ഥാനാർത്ഥികളുടെ ഏറ്റവും വേണ്ടപ്പെട്ടവരുമാണ് ജ്യോത്സ്യന്മാരെ പകലും രാത്രിയുമൊക്കെ കാണാൻ എത്തുന്നത്. എല്ലാവർക്കും അറിയേണ്ടത് ഒരു കാര്യം, എന്തെങ്കിലും തടസ്സങ്ങളുണ്ടോ, വിജയമുറപ്പാണോ? തിരുവനന്തപുരത്ത് മത്സരിക്കുന്ന ഒരു പ്രധാന സ്ഥാനാർത്ഥിയുടെ രക്തബന്ധമുള്ളയാൾ കഴിഞ്ഞ ദിവസം മുണ്ടൂരിലെത്തിയാണ് പ്രധാനപ്പെട്ട ഒരു ജ്യോത്സ്യനെ കണ്ടത്. ഫലം അത്ര നല്ലതായിരുന്നില്ല എന്ന നിരാശയോടെയായിരുന്നു മടക്കം. തിരഞ്ഞെടുപ്പ് ഭാവി മാത്രമല്ല, രാഷ്ട്രീയ ഭാവി തിരക്കി ചില ഭാവി നേതാക്കന്മാരും ആലത്തൂരിലും പരിസരത്തും ഇപ്പോഴെത്താറുണ്ട്. കോടതിയിലുള്ള ഒരു കേസിന്റെ വിവരം തിരക്കി കേരള രാഷ്ട്രീയത്തിലെ വിപ്ലവ നേതാവും കഴിഞ്ഞ ദിവസം ആലത്തൂരിലെത്തിയിരുന്നു. രാഷ്ട്രീയക്കാരന്റെ ജ്യോതിഷ ഫലം അനുകൂലമോ പ്രതികൂലമോ എന്നത് വോട്ടർമാരെ ബാധിക്കാറേയില്ല. പക്ഷേ ജനവിധി അനുകൂലമായിട്ടും ജനപ്രതിനിധി അനുകൂലമായില്ല എങ്കിൽ അത് പാവപ്പെട്ട വോട്ടർമാരെ വലിയ തോതിൽ തന്നെ ബാധിക്കും. മുഹമ്മദ് ഏലപ്പാറയ്ക്കൊപ്പം ശ്യാംകുമാർ, 24 ആലത്തൂർ.